നന്ദി തിയോ. ജ്ഞാനോദയം വായനശാല, പനമ്പിള്ളി വായനശാല, ഇവിടെ നിന്ന് പ്രതിനിധികൾ എത്തിയിട്ടുണ്ടെങ്കിൽ പുസ്തകം സ്വീകരിക്കാൻ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദ്യകാല പത്രപ്രവർത്തകനും ദൂരദർശൻ്റെ ന്യൂസ് റീഡറും കുടുംബ സുഹൃത്തുമായ ശ്രീജ ടീച്ചറുടെ കുടുംബ സുഹൃത്തുമായ ബാലകൃഷ്ണേട്ടനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വാളൂർ വായനശാലയ്ക്ക് വേണ്ടി പുസ്തകം സ്വീകരിക്കുന്നു. ഏറെ ആദരണീയനായ രാഹുലിയേട്ടൻ, പ്രിയ സുഹൃത്ത് ചന്ദ്രശേഖരൻ, ശ്രീജ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ പറയട്ടെ, പുസ്തകം വായിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. കാരണം ഞങ്ങളിങ്ങ് കടന്നു വരുമ്പോൾ ഔപചാരികമായ പ്രകാശനം കഴിയാത്തത് കൊണ്ട് പുസ്തകം പുറത്ത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് ശേഷം രാവുണ്ണിയേട്ടൻ ഉൾപ്പെടെയുള്ളവർ അതിലെ കവിതകളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഏതായാലും ശ്രീജയുടെ വരികൾ അത് സാധാരണ മനുഷ്യനെ സ്പർശിച്ചു പോകുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം ഇതിനു മുൻപ് സമാഹരിക്കപ്പെടാത്ത കവിതകൾ വായിക്കാൻ സാധിച്ചിട്ടുള്ളവർ എന്ന നിലയ്ക്ക് ആ കവിതകളിലൊക്കെ നമ്മെ തൊട്ടുണർത്തുന്ന ഒരു മനുഷ്യ സ്നേഹവും ഗന്ധവും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അതിൻ്റെ വളരെ ബൃഹത്തായ മനോഹരമായ ഒരു വലിയ കവിതകളുടെ ഒരു വലിയ കൂമ്പാരം, വലിയ കൂട്ടം നമ്മുടെ മുൻപിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അത് NBS പോലെ SPCS പോലെയുള്ളൊരു വലിയ സ്ഥാപനത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു കൊരട്ടിയിൽ ഒരു എഴുത്തുകാരി സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിലൂടെ ആദ്യ പുസ്തകം, അതും ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് കൊരട്ടിയുടെ ചരിത്രത്തിലും ആദ്യമാണ്. അതിന് വഴിയൊരുക്കിയ രാവുണ്ണിയേട്ടനോട് ഒരു കൊരട്ടിക്കാരൻ നിലയിലുള്ള എൻ്റെ സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. കാരണം കവിതയെക്കുറിച്ച് പറയേണ്ട ഒരു വേദിയിൽ കവിത വായിക്കാത്തൊരാൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ട് രാവുണ്ണിയേട്ടനോടും ചന്ദ്രശേഖരനോടും ശ്രീജയോടുമൊക്കെയുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കൂൾ വ്യക്തിപരമായ ഒരു സന്തോഷം, കുടുംബ സുഹൃത്താണ് വിധുവായാലും വിധുവിൻ്റെ വീട്ടുകാരായാലും പിന്നീട് ശ്രീജയായാലും ഒക്കെ നമ്മളുമായിട്ട് വളരെ സ്നേഹമുള്ള ഒരു വലിയ കുടുംബത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ആ കുടുംബവുമായിട്ട് എന്നും ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാനും എൻ്റെ കുടുംബവും. ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപികയാണ് ശ്രീജ. അത് വളരെ സന്തോഷം. ഞാനും സുരയൊക്കെ പഠിച്ച സ്കൂളിലെ അധ്യാപികയാണിപ്പോൾ ശ്രീജ. ആ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ പലരും കേരളം മുഴുവൻ അറിയപ്പെടുന്നവരായിട്ടുണ്ട്. സംവിധായകൻ സുന്ദർദാസ് ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. മധു ബാലകൃഷ്ണൻ ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഒരു അധ്യാപിക ആ സ്കൂളിൽ നിന്ന് കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിലേക്ക് കവിതയുമായി എത്തുന്നു എന്നുള്ളത്
ആ സ്കൂളിലെ പഠിച്ച വിദ്യാർത്ഥികളെന്ന നിലയിൽ, പൂർവ്വ വിദ്യാർത്ഥികളെന്ന നിലയിൽ, നാട്ടുകാരെന്ന നിലയിൽ, പുരട്ടിക്കാരെന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെയും കാണുന്നു. ഈ അഭിമാനവും ആഹ്ലാദവും ദീർഘകാലം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള മനുഷ്യനെ തൊടുന്ന കവിതകൾ, മനുഷ്യ മനസ്സിനെ തൊടുന്ന കവിതകൾ, മനുഷ്യത്വപൂർണ്ണമായ കവിതകൾ, മനുഷ്യനെ സ്നേഹിക്കുന്ന കവിതകൾ, അത് സംഗീതം പോലെ ആസ്വദിക്കുന്ന കവിതകൾ ഇനിയും ശ്രീജയുടെ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്തേ. നന്ദി. ആശംസകൾ തുടരുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം എനിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ രംഗാധികാരം ഇവിടെ ഒഴിയുകയാണ്. പകരം ആ അധികാരം ഞാൻ അവനിജക്കുട്ടിക്ക് കൊടുക്കുകയാണ്. അവനിജക്കുട്ടി കൈകാര്യം ചെയ്തോളും. ശ്രീജ ടീച്ചർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് എന്ന് മാത്രം പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനത്തിൽ ആദ്യാവസാനം ഞാൻ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് സാധിച്ചില്ല. എങ്കിലും ടീച്ചറുടെ ഇത്രയും നേരം ടീച്ചറുടെ ഒപ്പം ഇവിടെ ഉണ്ടാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ടീച്ചർ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നത് പോലെ എൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട്. ഇത്രയും പേരുടെ മുന്നിൽ ടീച്ചർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. സൈബർ തടാകത്തിലെ ചൂണ്ടൽ എന്ന ടീച്ചറിൻ്റെ ആദ്യ പുസ്തകത്തിന് ഒരുപാട് ആശംസകൾ, വായനാദൂരം നേരുന്നു. ടീച്ചർ ഇനിയും പുസ്തകങ്ങൾ ഇതുപോലെ ടീച്ചറുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടട്ടെ. അതിലൊക്കെ ഈ അധികാരവുമായി ഞാനും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. ഞാൻ അവനിജയ്ക്ക് കൈമാറുകയാണ്. കവിയും നാടക പ്രവർത്തകനുമായ ശ്രീ ചാക്കോ ഡി അന്തിക്കാടിനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ ശരി 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 പോകുന്നതിൻ്റെ ഇടയിലും ശ്രീജ വിധു എന്ന് പറഞ്ഞാൽ കാവ്യശിഖയുടെ മികച്ചൊരു സംഘാടകയാണ്. കാവ്യശിഖ എന്ന് പറയുന്നതിനകത്ത് സെക്രട്ടറി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ട്രഷററായിരിക്കുന്നു. അതല്ലെങ്കിലും ഈ വക പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോഴത്തെ ട്രഷറർ ഞാനാണ്, സെക്രട്ടറി സുഭാഷിണി ടീച്ചറാണ്, ചെയർപേഴ്സൺ ജയറാം വാഴൂരാണ്. പക്ഷേ മിക്കവാറും 90% പരിപാടികൾ നമ്മൾ വിളിച്ചു നോക്കിയാൽ ശ്രീജാവിത് കൃത്യമായിട്ട് അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്യും. ഈ ചെറിയ ചെറിയ വസ്തുക്കളിൽ നിന്ന് കവിത കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് നമ്മൾ കാവ്യശിഖയിൽ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട്. വലിയ വലിയ പാണ്ഡിത്യ പ്രകടനങ്ങളും ഡിക്ഷണറി വെച്ചൊന്നും കവിത എഴുതാതെ നമ്മുടെ ഡെയിലി ലൈഫിലെ പല കാര്യങ്ങളും നമ്മളൊരു പ്രത്യേക ആംഗിളിൽ കൂടെ നോക്കിയാൽ അതൊരു ഒത്തിരി ആക്ഷേപഹാസ്യം കൂടി ഉണ്ടെങ്കിൽ അതിഗംഭീരമായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയ കവിതകളുടെ ഇടയിൽ ചെറിയ കവിതകളുണ്ട്. ശ്രീജാവിദിന് എല്ലാവിധ ഈ പുസ്തകം മാത്രമല്ല, ഇത് കാൽവെപ്പ് SPCS എന്ന് പറയുന്ന ഇപ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം NBS വലിയ പ്രസ്ഥാനമാണ്. എല്ലാ ജില്ലകളിലും നെറ്റ്വർക്കുകളാണ്. അവർ 80 ഒരു കവിത ഏറ്റവും ആദ്യത്തെ കവിതയായിട്ട് മികച്ച കവിതയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് അർഹിക്കപ്പെടുന്ന സംഭവം തന്നെയാണ്. ആക്ഷേപഹാസ്യമാണ് ശ്രീജാവിധുവിൻ്റെ ഒരു പ്രത്യേക മുതൽക്കൂട്ട്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ 4 വരി കവിത വായിക്കാം. കാരണം ഞാൻ ഇന്നലെ ചെയ്തൊരു കർമ്മമായിട്ട് വളരെ കണക്റ്റഡ് ആണത്. കവിത വായിച്ചിട്ട് പെട്ടെന്ന് പറയാം. ഇൻക്വസ്റ്റ്. ഉയിരുുള്ളപ്പോൾ ഉടൽ പരിശോധനയ്ക്കാര്, ഉയിരുപേക്ഷിച്ചാൽ ശവപരിശോധനയ്ക്ക് എത്ര പേർ. 4 വരിയുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ വൈഫ് ഡോക്ടർ ശ്രീജ കെട്ടി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ബോഡി ഞങ്ങളവിടെ മരണാനന്തര ഇതായിട്ട് ബോഡി അവിടെ സമർപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ വരികളിലെ ഉയിരുള്ളപ്പോൾ നമ്മൾ എന്താണെന്നുള്ളതല്ല, പോയാലും നമ്മളെവിടെ അത് ബോഡി എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇത് ഇൻക്വസ്റ്റായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. ഈ ശരീരത്തിൻ്റെ ഈ ചെറിയ ഈ നിരീക്ഷണം അടുത്ത കവിതയിലേക്ക് വരുമ്പോൾ പെൻസിൽ എന്നുള്ള ഒരു ശരീരമാണ്, മൂർച്ചയേറിയൊരു പെൻസിൽ. ആ മൂർച്ചയില്ലാത്ത പെൻസിലിന് മൂർച്ച വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം നോക്കട്ടെ, അത് വേറൊരു ബോഡിയാണ്. ദുർബലനായി പ്രബലൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കും. പെൻസിൽ സ്വയം പറയാണ്. ദുർബലനായി പ്രബലൻ്റെ ഉള്ളിൽ, പെൻസിലിനെ കുറിച്ചാണ്. പ്രബലൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കും. പുറഞ്ചട്ട പൊളിച്ചു മാറ്റിയാൽ
പെൻസിലിൻ്റെ യഥാർത്ഥ സംഗതി പുറത്തു വരികയാണ്. പുറംചട്ട പൊളിച്ചു മാറ്റിയാൽ അവൻ എന്നാണ് വെച്ചത്, അവൾ എന്ന് വെക്കായിരുന്നു. പെൻസിലിന് അവനാ വെച്ചിരിക്കുന്നത്, മോനെയാണ്. അവൻ വരയാകും, വരിയാകും, നാവാകും, നോവാകും. തെറ്റാണെങ്കിൽ മായ്ക്കാൻ നെഞ്ചും വിരിച്ചു നിൽക്കും. പെൻസിലുകൊണ്ട് അത് പേന കൊണ്ട് ചെയ്യണ പോലെയല്ലേ, പെൻസിലുകൊണ്ട് അത് എഴുതിയത് തെറ്റായാലും നെഞ്ചും വിരിച്ചു വെക്കും. ബ്രഷാണ് വരുന്നത്, മായ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ആ കവിത ഡെവലപ്പ് ചെയ്യുന്നത് ഇത്ര എഴുതി കഴിഞ്ഞപ്പോൾ ശ്രുതി ആലോചിച്ചിട്ടുണ്ടാവും, ഇവിടെ അത് അവസാനിപ്പിച്ചാൽ മതിയോ? കുറച്ചും കൂടി വരികൾ. പെൻസിൽ നോക്കിയിരുന്നു, അത് പിന്നെ കൂർമ്മിക്കുന്ന ആ മെഷീൻ നോക്കി, റബ്ബർ നോക്കി, ഒരു വൈറ്റ് പേപ്പർ നോക്കി ഇരുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ നാടകക്കാരെന്നുള്ള രീതിയിൽ ഞാൻ കാൽപ്പനികമായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നപ്പോൾ കിടിങ് അടുത്ത വരി തെളിഞ്ഞു. അപ്പം തെറ്റാണെങ്കിൽ മായ്ക്കാൻ നെഞ്ചും വിരിച്ച് നിൽക്കും. അവിടെ ഒരു ഉശിരുണ്ട് കേട്ടോ. ആ ഉശിരിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കണം. അതിൽ നിന്ന് 1 ഇഞ്ച് താഴെ വരുന്നുള്ളൂ. ഇനി കവി ആലോചിക്കും, ഇനി വീണ് പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ അടുത്ത വരിയിലേക്ക് പ്രതിഷേധിക്കേണ്ടിടത്ത് ആ നെഞ്ചും വിരിച്ച് നിൽക്കും. കഴിഞ്ഞ ഉടനെ വന്ന വേർഡ് ബ്രെയിനിൽ പ്രതിഷേധമായിരിക്കും. വെറുതെ പ്രതിഷേധിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ ഉടനെ അടുത്ത വരിയിലേക്ക് കടന്നു. പ്രതിഷേധിക്കേണ്ടിടത്ത് മുനയൊട്ടിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണിക്കണം. പ്രതിഷേധിക്കേണ്ടിടത്ത് മുനയൊടിക്കുന്നു. പല രീതിയിലാണ്. കയ്യിൽ കുട്ടിയുടെ കയ്യിലാണെങ്കിൽ കുത്തി ഒടിക്കും, നമ്മൾ ഇഷ്ടമില്ലാത്ത ഇങ്ങനെ വരച്ചു പിടിക്കും. പക്ഷെ പെൻസിലിൻ്റെ ഒരു രീതി നോക്കണം, അത് പ്രതിഷേധ രീതിയിലാണ്. അതൊരു ചാവേറാവാണ്, മുനയൊടിക്കും. പക്ഷേ അടുത്ത വരിയിലേക്ക് കടന്നപ്പോൾ ശ്രീജി ഇങ്ങനെ ആലോചിച്ചു, ഇതെങ്ങനെ ചെന്ന് അവസാനിപ്പിക്കുന്നു? പക്ഷേ അവൻ്റെ പുറംചട്ട പൊളിച്ചെടുക്കാൻ മുന പോയില്ലോ. ഇനി അടുത്ത മുന വരണമെങ്കിൽ അതിൻ്റെ പുറംചട്ട നമ്മൾ കടഞ്ഞെടുക്കണം. ആ പൊളിച്ചെടുക്കാൻ ഒരു കൈ വേണം. ഈ പെൻസിലിനെ മനുഷ്യനായിട്ട് കണക്ട് ചെയ്ത് നോക്കും. ഒരു കൈ വേണം. ആ കൈയാവുക എന്നും. നമ്മുടെ മനുഷ്യൻ്റെ കൈയില്ലെങ്കിൽ പെൻസിലിൻ്റെ മോനെ ഒന്നും പുറത്തു വരൂല. സമരത്തിൻ്റെതായിട്ടുള്ള ഒരു രീതി. ഇൻക്വിലാബ് സിന്ദാബാദ് അല്ല ഇപ്പോൾ വിളിച്ചതിനകത്ത്, പക്ഷേ അത് പൊളിറ്റിക്കലാണ്. ഇങ്ങനെയുള്ള കവിതകൾ 100 കണക്കിന് 1000 കണക്കിന് ശ്രീജയിൽ നിന്ന് വരട്ടെ. കുഞ്ചൻ നമ്പ്യാരെയും മറികടന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ആക്ടറായതുകൊണ്ട് ആക്ടിങ് ശൈലിയിൽ ചെയ്തെന്നുള്ളൂ. സ്റ്റാറ്റസ് ഞാൻ സ്നാപ്പായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ മുമ്പ്. ഓക്കെ, അഭിവാദ്യങ്ങൾ. നന്ദി സാർ. കവി KG കണ്ണൻ അവറുകളെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ അന്തിക്കാടെന്നാണ് വരുന്നത്. ശ്രീജാവിദൂനെ ഞാൻ മുൻപൊന്നും പരിചയമില്ല, പക്ഷേ കാവിശികയിൽ വന്നതിന് ശേഷമുള്ള ഒരു പരിചയമാണ്. ഞങ്ങൾ പരസ്പരം പറയാ, എന്നെ കണ്ണപ്പനുള്ളി എന്നാണ് വിളിക്കുക ശ്രീജാവിദു. അപ്പോൾ ഞാൻ ശ്രീജാവിദൂനെ ആരോമലുണ്ണി വിളിക്കും, ആരോമലുണ്ണി. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കാവിശികയിലെ ആരോമലുണ്ണിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജാവിദു. ശ്രീജാവിൻ്റെ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, വാങ്ങി വായിക്കണം. അത് വായിച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ ശ്രീജയോട് പറയും വേണം. തെറ്റുകളിനെ തിരുത്തണം, കൂടുതൽ പ്രചോദനം കൊടുക്കണം. കാവിശികയ്ക്കൊപ്പം ഞങ്ങൾക്കൊപ്പം എന്നും സ്റ്റേജ് ഉണ്ട്, നിങ്ങൾക്കൊപ്പം എന്നും സ്റ്റേജ് ഉണ്ടാവും. ഇനിയും സ്റ്റേജ് എഴുതി പുതിയ പുതിയ കവിതകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കവി കൃഷ്ണൻ സൗപർണികയെ സ്നേഹപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സമയം ഒരുപാട് വൈകി. ഒരിക്കൽ നമ്മുടെ രാവുണ്ണേട്ടൻ സംസാരമധ്യേ പറഞ്ഞൊരു വാചകമുണ്ട്, കവിതയുടെ കല്ലിൽ ഞാൻ തല തല്ലിച്ചാവുന്നു. രാവുണ്ണേട്ടൻ കണ്ടെടുത്തിട്ടുള്ള എല്ലാ കവികളും കവിതയുടെ കല്ലിൽ തല തല്ലിച്ചാവാൻ വിധിക്കപ്പെട്ടവരാണ്. അത്തരത്തിലൊരു കാലം എൻ്റെ പ്രിയ സഹോദരി ശ്രീജയ്ക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കവയത്രി ബിനില കെ ബാബുവിനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഹാൻഡ് മേക്ക് കയറിക്കോ, പിന്നെ അങ്ങോട്ട് കയറിക്കോ. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ടീച്ചർ എന്നെ ഇതിനു വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു പഠിച്ചിട്ടൊന്നല്ല, ഒന്നും നോക്കിയിട്ടും അല്ലാട്ടോ വരിക, എനിക്ക് എന്താണോ മനസ്സിൽ നിന്ന് തോന്നുന്നത് അതാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, മോൾക്ക് എന്താണോ തോന്നണേ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എനിക്ക് എല്ലാവരും എഴുത്തുകളെ പറ്റിയിട്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് ടീച്ചറെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതെന്ന് കരുതുന്ന ഒരുപാട് അധികം മനുഷ്യരൊന്നും ഉണ്ടാവില്ല. പക്ഷെ വളരെ ചുരുക്കം പേര് നമുക്ക് നമ്മുടെ ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ടാവും. അതിലൊരാളാണ് എനിക്ക് ടീച്ചർ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലർക്കും സഹപ്രവർത്തകയും മകള് കൂട്ടുകാരി ആ ഒരു നിലയിലൊക്കെയാണ് ടീച്ചർ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ എൻ്റെ പല സിറ്റുവേഷനിലും എൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി ഇനി എന്ത് എന്നുള്ളൊരു ഇതിൽ ഞാൻ നിൽക്കുമ്പോൾ ടീച്ചർ അത്രയും വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ടീച്ചർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ടീച്ചർ ഒറ്റ വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനുണ്ട് എന്നുള്ളൊരു വാക്ക് എനിക്ക് എപ്പോൾ തന്നോ അപ്പോൾ തൊട്ടിട്ട് ആ ഒരു വാക്ക് ടീച്ചർ തീർച്ചയായിട്ടും പാലിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ടീച്ചറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കണു. എല്ലാ പേരെയും ഇപ്പം ഞങ്ങളുടെ കാവിശികയിൽ ഒരുപാട് പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അതിലെല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കാമെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ടീച്ചർ കാവിശികയുടെ സെക്രട്ടറി ആയിരുന്നു. കുറച്ച് നാൾ ആ ചുമതല ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ടീച്ചർ എത്ര വലിയൊരു എഫർട്ടാണ് ഈ അധ്യാപക ജോലിക്കിടയിലും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എപ്പോഴും ഈ അധ്യാപക ജോലി എന്ന് പറയുന്നത് എപ്പോഴും തിരക്കുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പിനെ നോക്കുക, അതിലെ പല കാര്യങ്ങൾ ഉറക്കം ഇല്ലാതെ പോലും ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. പലർക്കും എനിക്കൊരിക്കലും അതിനോട് എനിക്ക് തന്ന ചുമതലയോട് എനിക്ക് 100% കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും ഇല്ല. പക്ഷേ ടീച്ചർക്ക് ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ അതിൻ്റെ 100 അല്ല 101% അതിൽ കൂടുതലോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അത് ഈ വേദിയിലിരിക്കുന്ന കാവിശിക അംഗങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ വിധിച്ചേട്ടനെ ഇവിടെ പറയാണ്ട് ഒരിക്കലും പറ്റില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് കവികളുടെ കുറച്ച് വട്ടൊക്കെ ചില സമയത്ത് കേട്ടിരിക്കുന്ന ആളാണ് വിധിച്ചേട്ടൻ. ടീച്ചറെ പലപ്പോഴും ഞങ്ങളുടെ പരിപാടിക്ക് കൊണ്ടുവരുന്നതും അതുപോലെ 3-4 ദിവസത്തെ ഞങ്ങളുടെ ക്യാമ്പിന് ടീച്ചറോടൊപ്പം വന്ന് അവിടെ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ് വിധിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കാവിശികയിലേക്ക് തന്നതിന് ടീച്ചറുടെ കുടുംബത്തോട് ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം നന്ദി പറയാണ്. ടീച്ചറുടെ പുസ്തകം എല്ലാവരും വായിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായും സമകാലികപരമായിട്ടും എന്താ പറയുക, ഒരു സമൂഹത്തിലേക്കുള്ള ഒരു ചൂണ്ട് വിരൽ തന്നെയാണ് ഈ പുസ്തകത്തിലെ കവിതകൾ എന്നതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ടീച്ചറുടെ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും. കവി ശ്രീ ജിബിൽ പെരേരയെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. കാരണം ശ്രീജ ടീച്ചറുടെ പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ തൊട്ടുമുമ്പ് പിന്നിലെ പറഞ്ഞത് തന്നെയാണ്. കാരണം ശ്രീജ ടീച്ചറെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. ഒരു പക്ഷേ കവിതയ്ക്ക് അപ്പുറമുള്ളൊരു ആത്മബന്ധം ശ്രീജ ടീച്ചറായിട്ടും സുധാകരൻ ചേട്ടനായാലും വിധുചേട്ടനായാലും എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം കവിതയാണ് ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചത്. ശ്രീജ ടീച്ചറെ കുറിച്ച് കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സമയം ഇപ്പോൾ ഏറെ വൈകിയതുകൊണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് ശരിയുള്ളതുകൊണ്ട് പ്രശ്നമുള്ളതുകൊണ്ടും ഞാൻ വേഗം പറയുകയാണ്. കുറച്ച് കാലം കൊണ്ട് തന്നെ കവിതയിൽ വന്നിട്ട് കത്തിപ്പടർന്ന ഇപ്പോൾ ഈ ഒരു പുസ്തകം വരെ എത്തി നിൽക്കുന്ന ഒരു കവിയത്രിയാണ് ശ്രീജ ടീച്ചർ. ശ്രീജയുടെ കവിതകൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കവിത വായിക്കാത്ത ഒരുപാട് പേരുണ്ടാവുമായിരിക്കും ചിലപ്പോൾ.
പക്ഷേ അപ്പം നിങ്ങൾക്കൊരു പേടിയായിരിക്കും, എങ്ങനെയാണ് ഒരു കവിത ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കാൻ കഴിയുമോ എന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആ കവിതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ലളിതമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഇതുവരെ മുൻപ് കേട്ട കവിതകളെക്കാളൊക്കെ വളരെ നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാവുന്ന ഒരു നല്ല മനോഹരമായ കവിതകൾ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു നിയതമായ ഭാഷ ശ്രീചരിത്രത്തിലില്ല. കാരണം ഇന്നത്തെ ജെൻസി വേർഡ്സ് വരെ തുടങ്ങി എല്ലാ തരം പുതുതലമുറയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. കാരണം ചുറ്റുപാടുമുള്ള കാഴ്ചകൾ തന്നെയാണ് ശ്രീജ ടീച്ചറുടെ കവിതകളുടെ ആധാരവും. അപ്പോൾ നിങ്ങളെല്ലാവരും പുസ്തകം വാങ്ങണം, വായിക്കണം. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ടീച്ചർ അറിയിക്കണം. ടീച്ചറെ ഇനിയും പ്രോത്സാഹിപ്പിക്കണം. ഇനിയും ഒരുപാട് കവിതകൾ ശ്രീജ ടീച്ചറിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്, നമുക്ക് വായിക്കാനുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എന്നെ ഏൽപ്പിച്ച ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നിവിടെ പ്രകാശനം നിർവഹിക്കപ്പെട്ട സൈബർ തടാകത്തിലെ ചൂണ്ടൽ എന്ന കവിതാ